അങ്ങനെ രാവിലെ തന്നെ ഇന്ന് നല്ല മഴയായിരുന്നു. ഇതൊരു 7 മണി സമയത്തെ അന്തരീക്ഷമാണ്. പിന്നെ നമ്മുടെ രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ കാശിയെ കുളിപ്പിച്ച് ഉറക്കി. ആള് രാവിലെ തന്നെ ഇപ്പം എണീക്കും. സ്കൂൾ തുറന്നപ്പോൾ തൊട്ടുള്ള പരിപാടിയാണ്. 5:30 എൻ്റെ കൂടെ എണീറ്റ് വരും. പിന്നെ ഞാനും വേഗം റെഡിയായിട്ട് പൊന്നൂസിനെ കൊണ്ടുവിടാനായിട്ട് ഇറങ്ങി. ഞാൻ നോക്കുന്നതെന്ന് വെച്ചാൽ നല്ല മഴക്കോളുണ്ട്, മഴ പെയ്യുമോയെന്നാണ്. അങ്ങനെ പിന്നെ പൊന്നൂസ് റെഡിയായി കുടയൊക്കെ ആയിട്ട് പോവാണ്. മിഴിയും വന്നു. അവർ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോവാ. റോഡെല്ലാം മഴ പെയ്തപ്പോഴത്തേന് അളിപിളിയാണ്. പിന്നെ നമ്മൾ അവരെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിനും ഭയങ്കര മഴക്കോള്. പിന്നെ നമ്മൾ പതിവ് തെറ്റിക്കാതെ നേരെ അമ്പലത്തിലോട്ട് പോയി തൊഴാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ അമ്പലത്തിൽ കയറിയപ്പോൾ മഴക്കോള് കൊണ്ടിങ്ങനെ നിൽക്കുന്നെങ്കിലും മഴ പെയ്തിട്ടില്ലായിരുന്നു. അകത്തോട്ട് കയറിയപ്പോഴത്തേക്കിനും ഫുള്ള് ഇരുട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മൊത്തം മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ തൊഴുതിറങ്ങിയപ്പോഴത്തേക്കിനും മഴ പെയ്തു. വീട്ടിലെത്തിയിട്ടും കാശി ഉണർന്നിട്ടില്ല. അങ്ങോട്ട് തിരിഞ്ഞ ആൾ ഇങ്ങോട്ട് തിരിഞ്ഞ് കിടന്നു. ഞാൻ പിന്നെ വേഗം തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. നമുക്കിന്ന് അപ്പവും കിഴങ്ങറിയുമായിരുന്നു. ഞാൻ ഇത്രയും കറി എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ലാസ്റ്റ് കഴിച്ചത്. അപ്പം കറി അധികം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു വന്നപ്പോഴത്തേക്കിനും കാശി ഉണർന്നു. ഹായ്, ഒരു കൊടുത്തേ, ഒരു കൊടുത്തേ, ഹായ്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കളിച്ചും അവൻ്റെ വികൃതിയൊക്കെ കണ്ട് അങ്ങപ്പോഴത്തേക്കിനും പൊന്നൂസിന് വൈകുന്നേരം 3 മണിയൊക്കെ ആയപ്പോഴത്തേനും വിളിക്കാൻ പോകാൻ സമയമായി. അപ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല വെയിൽ. ഞാൻ പിന്നെ കഴുകിയ തുണിയെല്ലാം വിരിച്ചിട്ടിട്ടാണ് പോയത്. അവിടെ എത്തിയപ്പോഴത്തേക്കിനും വാനിൽ കയറുന്ന കുട്ടികളുടെ ഭയങ്കര തിരക്കായിരുന്നു. ടീച്ചേഴ്സും ബിസിയായിരുന്നു. അങ്ങനെ അവരെ വിളിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലെത്താറായപ്പോഴത്തേക്കിനും മഴക്കോള് കൊണ്ടു തുടങ്ങി. ഞാൻ പിന്നെ വേഗം തന്നെ നമ്മുടെ തുണി അത്യാവശ്യം തോർന്ന് കിട്ടി. 1 മണിക്കൂർ വെയിലുണ്ടായിരുന്നു. അപ്പോഴത്തേനും മഴ ഇങ്ങനെ ചാറി തുടങ്ങി. പിന്നെ പൊന്നൂസ് മേല് കഴുകി വരുമ്പോഴത്തേക്കിനും പാൽ കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ വേഗം പാലും കാച്ചി ചായയൊക്കെ ഇട്ടു. ചായയൊക്കെ ഇട്ടുന്ന സമയത്ത് വെളിയിൽ ചാറ്റമഴ മാറി അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ അവർക്ക് പൊന്നൂസിന് പാലും ബിസ്ക്കറ്റും കൊടുത്തു. കൊച്ചു ടി വി ഒക്കെ കണ്ടുകൊണ്ട് പൊന്നൂസ് കഴിക്കുകയാണ്. പൊന്നൂസിനേക്കാളും ഭയങ്കര വ്യഗ്രതയോടെ ഒരാൾ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു രക്ഷയില്ലാത്ത ഭയങ്കര മഴയും കാറ്റും ആയിരുന്നു. പിന്നെ ഞാൻ വേഗം കാശിയെ മേലൊക്കെ കഴിയിച്ച് ഉറക്കാമെന്ന് വിചാരിച്ചു. ആളെവിടെ ഉറങ്ങുന്നു? ജനലിൽ കൂടെ സൗണ്ട് കേട്ടിട്ട്, മഴ പെയ്യുന്ന സൗണ്ട് കേട്ടിട്ട് മഴ കാണുകയും ആ ജനലിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് കൈയൊക്കെ വെളിയിലോട്ടിടും. കാരണം ഇപ്പം മഴത്തുള്ളി കയ്യിലോട്ട് വീഴുന്നത് പോലെ. പിന്നെ കുറേയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ആളങ്ങ് ഉറങ്ങി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.